ഒരു കാര്യം അറിയോ, കൂലിയിലെ സൗബിൻ ചെയ്ത ഈ റോള് സത്യത്തിൽ അദ്ദേഹം ചെയ്യേണ്ടതല്ലായിരുന്നു. ദയാലായിട്ട് മറ്റൊരു മലയാളം നടനെ മനസ്സിൽ കണ്ടാണ് ലോകേഷ് ആ കഥാപാത്രം എഴുതിയത്. അത് ആരാണെന്നറിയോ? നമ്മുടെ ഫഹദ് ഫാസിൽ. ഇങ്ങനെ പല സംവിധായകരും ഒരു സിനിമ ചെയ്യുന്നതിന് മുമ്പ് ആ കഥയുമായിട്ട് ഏതെങ്കിലും ഒരു നടനെ അല്ലെങ്കിൽ നടിയെ ആദ്യം സമീപിക്കാറുണ്ട്, അല്ലെങ്കിൽ മനസ്സിൽ കാണാറുണ്ട്. പക്ഷെ പല പല കാരണങ്ങൾ കൊണ്ട് അത് നടക്കാതെ പോയിട്ടുമുണ്ട്. അവസാനം അത് മറ്റൊരു താരമായിരിക്കും ആ വേഷം ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ആദ്യം ഓഫർ ചെയ്തിരുന്നുവെങ്കിലും നമ്മുടെ മലയാളത്തിലെ പ്രമുഖ നടന്മാർ ചെയ്യാതെ പോയ ചില പ്രശസ്ത സിനിമകളുണ്ട്. അവ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. മലയാളത്തിലെ പ്രമുഖരായ 12 നടന്മാർ നിരസിച്ച അല്ലെങ്കിൽ ചെയ്യാതെ പോയ പ്രശസ്ത സിനിമകൾ. ആദ്യം തന്നെ മലയാളത്തിലെ മഹാനടന്മാരായ നമ്മുടെ ബിഗ് എംസ് ചെയ്യാതെ പോയ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, മമ്മൂട്ടി. സിനിമകൾ നിരസിച്ചതിന്റെ കാര്യം പറയുമ്പോൾ അതിൽ റെക്കോർഡുള്ള നടനാണ് നമ്മുടെ മമ്മൂക്ക. അദ്ദേഹം നിരസിച്ച കുറെ സിനിമകൾ പിന്നീട് ലാലേട്ടൻ ചെയ്തിട്ടുമുണ്ട്. അത്തരത്തിലൊന്നാണ് 1986 റിലീസായ തമ്പി കണ്ണന്താനത്തിന്റെ രാജാവിന്റെ മകൻ. ഇത് വളരെ ഫേമസ് ആണ്, മിക്കവർക്കും അറിയാം. ലാലേട്ടനെ സൂപ്പർ സ്റ്റാർ ആക്കിയതിൽ വലിയ പങ്ക് വഹിച്ച സിനിമയാണിത്. ഈ ചിത്രം ആദ്യം മമ്മൂക്കയ്ക്ക് ഓഫർ ചെയ്തതായിരുന്നു. ജോഷി സംവിധാനം ചെയ്ത് 2012 ഇറങ്ങിയ റൺ ബേബി റണ്ണും ആദ്യം മമ്മൂട്ടിക്ക് ലഭിച്ച പടമാണ്. ലാലേട്ടന്റെ പ്രശസ്ത സിനിമയായ ദൃശ്യവും മമ്മൂട്ടിക്ക് ജിത്തു ജോസഫ് ആദ്യം ഓഫർ ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ ഡേറ്റ് ഇഷ്യൂസ് മൂലം ആ സിനിമ ചെയ്യാൻ സാധിച്ചില്ല. മമ്മൂട്ടിക്ക് പറഞ്ഞു വെച്ചൊരു സിനിമയായിരുന്നു. പലതിനും പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സിനിമ സംഭവിക്കുകയാണ്. ഇത് ഇങ്ങനെ സംഭവിക്കേണ്ട ഒരു സിനിമയായിരുന്നു അല്ലേ? ഇതിലിപ്പോൾ മീന എന്ന് പറയുന്ന കുട്ടി വളരെ കാലത്തിന് ശേഷം കല്യാണം കഴിഞ്ഞിട്ട് വീണ്ടും അഭിനയിക്കാൻ വരികയാണ്. അപ്പോൾ ഈ ദൃശ്യത്തിൽ അവർക്ക് അഭിനയിക്കാൻ സാധിച്ചു. ഇതൊക്കെ ഒരു ഭാഗ്യമാണ്, ഒരു നിമിത്തമാണ്. അതുപോലെ തന്നെ വടക്കുംനാഥനും മമ്മൂട്ടിയോട് കഥ പറഞ്ഞതാണ്. പക്ഷെ അതും ലാലേട്ടനാണ് അവസാനം ചെയ്തത്. വടക്കുംനാഥൻ ഇതുപോലെ തന്നെയായിരുന്നു അല്ലേ? എന്താ പറയുക, ഒരു കഥ ചിലപ്പോൾ പല ആൾക്കാരോട് പറയും. ഈ സിനിമയുടെ ഒരു ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് മമ്മൂട്ടിക്ക് കണ്ടപ്പോൾ പറഞ്ഞു, എന്നോട് ഈ കഥ പറഞ്ഞാണ്, ഞാനത് പിന്നെ ഞാൻ ഇത്തരത്തിലുള്ള വേഷങ്ങൾ ഒരുപാട് ചെയ്തുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ മമ്മൂട്ടിക്ക് വേണ്ടി ഒരുക്കിയ ചില കഥാപാത്രങ്ങൾ സുരേഷ് ഗോപിയും ചെയ്തിട്ടുണ്ട്. 93 ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഏകലവ്യൻ മമ്മൂട്ടി ചെയ്യേണ്ട പടമായിരുന്നു. 93 തന്നെ ഇറങ്ങിയ പൊന്നുച്ചാമി എന്ന സിനിമയും മമ്മൂട്ടിക്കായിട്ട് എഴുതിയ കഥാപാത്രമാണ്. പക്ഷെ സുരേഷ് ഗോപിയാണ് ഇത് രണ്ടും ലാസ്റ്റ് ചെയ്തത്. മമ്മൂക്ക നിരസിച്ച ചിത്രങ്ങൾ പൃഥ്വിരാജും ചെയ്തിട്ടുണ്ട്. 2013 ഇറങ്ങിയ ജിത്തു ജോസഫിന്റെ മെമ്മറീസ് മമ്മൂട്ടിക്കാണ് ആദ്യം ഓഫർ ചെയ്തത്. അതുപോലെ 2019 റിലീസായ ഡ്രൈവിംഗ് ലൈസൻസ് 2010കളുടെ തുടക്കത്തിൽ തന്നെ മമ്മൂട്ടിയെ വെച്ച് പ്ലാൻ ചെയ്ത സിനിമയാണ്. ഇത് രണ്ടും പിന്നീട് പൃഥ്വിരാജ് ചെയ്തു. തമിഴിൽ കുറച്ച് സിനിമകൾ മമ്മൂക്ക ചെയ്യാതെ പോയിട്ടുണ്ട്. തമിഴിലെ പ്രശസ്ത സംവിധായകനായ നമ്മുടെ പടയപ്പ, മുത്തു, ഔവേ ഷൺമുഖി, ദശാവതാരം, ആദവൻ ഉൾപ്പെടെ ഒരുപാട് ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്ത KS രവികുമാർ. അദ്ദേഹം 1990കളുടെ തുടക്കം മുതൽ തന്നെ ഒരുപാട് ചിത്രങ്ങൾക്ക് വേണ്ടി മമ്മൂക്കയെ സമീപിച്ചിട്ടുണ്ട്. 91 ചേരൻ പാണ്ഡ്യൻ, അതുപോലെ 94 നാട്ടാമൈ, 98 നട്പുക്കാക. ഈ പടങ്ങളൊക്കെ അദ്ദേഹം മമ്മൂക്കയ്ക്ക് വേണ്ടി ആദ്യം ഓഫർ ചെയ്തതാണ്. நிறைய படங்கள் அவர்கிட்ட நான் முதல்ல போய் அப்ரோச் பண்ணியிருக்கேன். കൗതുകം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമകളെല്ലാം പിന്നീട് ശരത് കുമാർ ആണ് ചെയ്തത് എന്നതാണ്. 97 ഇറങ്ങിയ മണിരത്നത്തിന്റെ ഇരുവർ എന്ന ചിത്രത്തിൽ പ്രകാശ് രാജ് ചെയ്തിരുന്ന കഥാപാത്രം ആദ്യം മമ്മൂട്ടിയാണ് ചെയ്യാനിരുന്നത്. അതിന്റെ ഫോട്ടോഷൂട്ട് വരെ മമ്മൂട്ടിയെ വെച്ച് ചെയ്തതാണ്. അതുപോലെ തന്നെ അലൈപ്പായത് എന്ന ചിത്രത്തിൽ അരവിന്ദ് സ്വാമി ചെയ്ത ക്യാമിയോ റോൾ ആദ്യം മമ്മൂക്കയ്ക്കും അതുപോലെ തന്നെ മോഹൻലാലിനും മണിരത്നം ഓഫർ ചെയ്തതാണ്. ഇനി ലാലേട്ടൻ ചെയ്യാതെ പോയ സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മമ്മൂക്കയുടെ പ്രശസ്തമായ സേതു രാമയ്യർ എന്ന കഥാപാത്രം സത്യത്തിൽ ലാലേട്ടനായിരുന്നു അത് ചെയ്യേണ്ടിയിരുന്നത്. ഒരു CBI ഡയറിക്കുറിപ്പ് ആദ്യം മോഹൻലാലിന് ഓഫർ ചെയ്തതാണ്. പക്ഷെ തനിക്ക് ആ റോൾ ചേരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിരസിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ലാൽ ജോസിന്റെ രണ്ടാം ഭാവം എന്ന സിനിമയും ആദ്യം ലാലേട്ടൻ ഓഫർ ചെയ്തതാണെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പൃഥ്വിരാജിന് സ്റ്റേറ്റ് അവാർഡ് നേടിക്കൊടുത്ത വാസ്തവവും ലാലേട്ടനോട് കഥ പറഞ്ഞതാണ്. 2007 രജനീകാന്തിന്റെ ശിവാജി ദ ബോസ് എന്ന ചിത്രത്തിലെ വില്ലൻ വേഷമായ ആദിശേഷൻ എന്ന കഥാപാത്രം ആദ്യം മോഹൻലാലിന് ഓഫർ ചെയ്തായിരുന്നു. പക്ഷെ പിന്നീട് അത് സുമനാണ് ചെയ്തത്. ഇനി സുരേഷ് ഗോപി. സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത് 99 റിലീസായ ഫ്രണ്ട്സ് എന്ന ചിത്രത്തിൽ ആദ്യം സുരേഷ് ഗോപിയാണ് നായകനായിട്ട് പരിഗണിച്ചിരുന്നത്. പിന്നീട് ആ റോൾ ജയറാമാണ് ചെയ്തത്. മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം, മനു അങ്കിളിലെ മിന്നൽ പ്രതാപൻ ജഗതി ശ്രീകുമാർ ചെയ്യേണ്ട വേഷമായിരുന്നു. ഷൂട്ടിംഗ് ദിവസം ആ സെറ്റ് സന്ദർശിച്ച സുരേഷ് ഗോപി ജഗതി ചേട്ടന്റെ അഭാവത്തിൽ ആ റോൾ ചെയ്യേണ്ടി വരികയായിരുന്നു. വെള്ളത്തിൽ പോയെന്ന് വിചാരിച്ച് മിന്നൽ പ്രതാപന്റെ വീര്യമൊന്നും അലിഞ്ഞു പോകത്തില്ല. ഇനി ജയറാം. 1991 റിലീസായ മണിരത്നത്തിന്റെ തളപതിയിൽ അരവിന്ദ് സ്വാമി ചെയ്ത റോള് ചെയ്യാനായിട്ട് ജയറാമിനെ മമ്മൂക്ക സജസ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ മുത്തുവിൽ ശരത് ബാബു ചെയ്ത റോളിനും ജയറാമിനെ സമീപിച്ചതാണ്. രജനീകാന്തിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സീൻ ഉള്ളതുകൊണ്ട് അദ്ദേഹം നിരസിച്ചു എന്നാണ് കേട്ടിട്ടുള്ളത്. നെക്സ്റ്റ്,
മുകേഷ്. ചട്ടമ്പി നാടിൽ വിനു മോഹൻ ചെയ്യേണ്ടിരുന്ന റോള് ആദ്യം മുകേഷിന് വേണ്ടി പ്ലാൻ ചെയ്തതായിരുന്നു. ഇനി ദിലീപ്. 2004 ഇറങ്ങിയ ചതിക്കാത്ത ചന്തു ദിലീപിനെ നായകനാക്കി പ്ലാൻ ചെയ്ത സിനിമയാണ്. അപ്പോൾ ആ സിനിമയുടെ പേര് ചതിയൻ ചന്തു എന്നായിരുന്നു. പക്ഷേ ദിലീപിന് ആ റോള് ചെയ്യാൻ പറ്റാതെ പോയി. അങ്ങനെ ഒരു ഘട്ടത്തിൽ ആ സിനിമ തന്നെ ഉപേക്ഷിക്കേണ്ടതായിട്ടും വന്നു. പിന്നീട് ആ പ്രൊജക്ട് വീണ്ടും ഓൺ ആയപ്പോൾ പടത്തിന്റെ പേരും രാശിയാകില്ല എന്ന് കരുതി ചതിക്കാത്ത ചന്തു എന്നാക്കി നായകനായിട്ട് ജയസൂര്യ വരികയും ചെയ്തു. അതുപോലെ തന്നെ 2014 പേരറിയാത്തവർ എന്ന സുരാജ് വെഞ്ഞാറമൂടിന് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമയും ആദ്യം ദിലീപിന് ഓഫർ നൽകിയതായിരുന്നു. നെക്സ്റ്റ് കുഞ്ചാക്കോ ബോബൻ. 2006 ബ്ലോക്ക് ബസ്റ്റർ സിനിമ ക്ലാസ്മേറ്റ്സിൽ നരേൻ ചെയ്ത റോള് ആദ്യം ചെയ്യാനിരുന്നത് കുഞ്ചാക്കോ ബോബനായിരുന്നു. പക്ഷെ ആ സമയം സിനിമയിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്തിരുന്ന അദ്ദേഹം ആ പടം നിരസിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ പിന്നീട് കുഞ്ചാക്കോ ബോബൻ നിരസിച്ച 2 സിനിമകൾ കൂടി നരേൻ ചെയ്തിട്ടുണ്ട്. 2012 അയാളും ഞാനും തമ്മിൽ എന്ന സിനിമയും 2013 കമ്മത്ത് ആൻഡ് കമ്മത്ത് എന്ന സിനിമയും. ഇത് രണ്ടും പിന്നീട് നരേനാണ് ചെയ്തത്. രാജസേനന്റെ ഡാർലിംഗ് ഡാർലിംഗ് എന്ന സിനിമയിൽ ദിലീപിനൊപ്പം മറ്റൊരു നായക വേഷം ചെയ്യാനിരുന്നതും കുഞ്ചാക്കോ ബോബനായിരുന്നു. പക്ഷെ പിന്നീട് അത് വിനീത് ചെയ്തു. 2019 ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വേർഷൻ 5.25 എന്ന ചിത്രത്തിൽ സൗബിൻ ചെയ്ത റോളും ആദ്യം കുഞ്ചാക്കോ ബോബന് ഓഫർ ചെയ്ത വേഷമാണ്. നെക്സ്റ്റ് പൃഥ്വിരാജ്. തൊമ്മനും മക്കളും സിനിമ പൃഥ്വിരാജിനെയും ജയസൂര്യയും വെച്ചിട്ട് പ്ലാൻ ചെയ്ത സിനിമയാണ്. പക്ഷെ പിന്നീട് പടം കുറച്ചുകൂടി വലിയ ക്യാൻവാസിലേക്ക് മാറുകയും മമ്മൂക്കയും ലാലും അത് ചെയ്യുകയും ചെയ്തു. വൈശാഖിന്റെ മല്ലു സിംഗും പൃഥ്വിരാജിനെ നായകനാക്കി ചെയ്യാനിരുന്ന പടമാണ്. അതിന്റെ ഫോട്ടോഷൂട്ടും അദ്ദേഹത്തെ വെച്ച് ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അത് ഉണ്ണി മുകുന്ദനാണ് ചെയ്തത്. ലാൽ ജോസിന്റെ ഡയമണ്ട് നെക്ലസും പൃഥ്വിരാജ് നിരസിച്ച സിനിമയാണ്. 2018 ആമി എന്ന സിനിമയിൽ പൃഥ്വിരാജിന് വേണ്ടി ഓഫർ ചെയ്ത കഥാപാത്രം പിന്നീട് ടൊവിനോ തോമസ് ആണ് ചെയ്തത്. ഇതുകൂടാതെ ബോളിവുഡിൽ ഫറാഖ് ഖാൻ സംവിധാനം ചെയ്ത ഹാപ്പി ന്യൂ ഇയർ 2014 ഇറങ്ങിയ ഷാറുഖ് ഖാന്റെ സിനിമ. ഈ സിനിമയിലെ ഒരു വേഷവും വില്ലൻ വേഷമാണെന്നാണ് തോന്നുന്നത് പൃഥ്വിരാജിന് ഓഫർ ചെയ്തായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ഫഹദ് ഫാസിൽ. പടങ്ങൾ സെലക്ട് ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധാലുവായിട്ടുള്ള ഫഹദ് ഫാസിൽ കുറെ ചിത്രങ്ങൾ ചെയ്യാതെ പോയിട്ടുണ്ട്. 2014 സപ്തമശ്രീ തസ്കരഹ എന്ന ചിത്രം ആദ്യം ഓഫർ ചെയ്തത് ഫഹദിനാണ്. ഇതുകൂടാതെ 2015 ഡബിൾ ബാരൽ, അതേ വർഷം തന്നെ ഇവിടെ എന്നീ സിനിമകളും ഫഹദ് ചെയ്യേണ്ടിയിരുന്നതാണ്. ഈ ചിത്രങ്ങളെല്ലാം പിന്നീട് പൃഥ്വിരാജാണ് ചെയ്തതെന്നുള്ളത് വേറൊരു കൗതുകം. തമിഴിൽ പേട്ട എന്ന സിനിമയിലും ഫഹദ് ഫാസിലിന് വേണ്ടി പ്ലാൻ ചെയ്ത വേഷം അദ്ദേഹം നിരസിച്ചിട്ടുണ്ട്. കൂടാതെ രജനീകാന്തിന്റെ ഏറ്റവും പുതിയ ചിത്രം കൂലിയിലും സൗബിൻ ചെയ്ത വേഷം ആദ്യം ഓഫർ ചെയ്തത് ഫഹദ് ഫാസിലിനായിരുന്നു. നെക്സ്റ്റ് ദുൽഖർ സൽമാൻ. ആദ്യ ചിത്രമായ സെക്കൻഡ് ഷോയ്ക്ക് മുമ്പ് തന്നെ ദുൽഖറിന് പല ഓഫറുകളും വന്നിട്ടുണ്ട്. അതിലൊന്നാണ് 2009 റിലീസായ ശ്യാമപ്രസാദിന്റെ ഋതു. പക്ഷെ അദ്ദേഹം അപ്പോൾ സിനിമയിൽ വരാനായിട്ട് റെഡിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിത്രം ഒഴിവാക്കുകയായിരുന്നു. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ക്ലാസിക് ആക്ഷൻ പടം സാമ്രാജ്യത്തിന്റെ സീക്വൽ ആയിട്ട് വന്ന സാമ്രാജ്യം 2 സൺ ഓഫ് അലക്സാണ്ടറും അദ്ദേഹം ഒഴിവാക്കിയ സിനിമയാണ്. കൂടാതെ 2015 പ്രേമം എന്ന സിനിമയിൽ നായകനായിട്ട് ആദ്യം പ്ലാൻ ചെയ്തതും ദുൽഖറിനെയായിരുന്നു. ഈ സിനിമയും അതുപോലെ തന്നെ 2019 ഇറങ്ങിയ ലവ് ആക്ഷൻ ഡ്രാമയിലും ആദ്യം നായകനായിട്ട് അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നുവെങ്കിലും രണ്ടും പിന്നീട് നിവിൻ പോളിയാണ് ചെയ്തത്. I know you are surprised. നെക്സ്റ്റ് ടൊവിനോ തോമസ്. രോമാഞ്ചം എന്ന ചിത്രത്തിൽ സൗബിൻ ചെയ്ത റോളിന് വേണ്ടി ആദ്യം ടൊവിനോ തോമസിനെ സമീപിച്ചിരുന്നു. അജിത്തിന്റെ വലിമ എന്ന സിനിമയിലെ വില്ലൻ വേഷവും ടൊവിനോയ്ക്ക് ആദ്യം ഓഫർ ചെയ്തതാണ്. പക്ഷേ മിന്നൽ മുരളിയുടെ ഷൂട്ടിംഗ് തിരക്ക് കൊണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം ആ സിനിമ ഒഴിവാക്കി. നെക്സ്റ്റ് ആന്റണി വർഗീസ് പെപ്പെ. ലോകേഷ് കനകരാജ് മാസ്റ്ററിൽ അർജുൻ ദാസ് ചെയ്ത റോള് ആദ്യം ഓഫർ ചെയ്തത് പെപ്പയ്ക്കായിരുന്നു. മറ്റു വർക്കുകളുടെ തിരക്കുകൾ മൂലം അദ്ദേഹത്തിന് ആ സിനിമ നിരസിക്കേണ്ടി വന്നു. ഇങ്ങനെ പ്രശസ്തരായ മലയാള താരങ്ങൾ നിരസിച്ച നിരവധി സിനിമകളുണ്ട്. പെട്ടെന്ന് ഓർത്തവ മുമ്പ് നോട്ട് ചെയ്തിട്ടുള്ളത് പറഞ്ഞു എന്ന് മാത്രം. നിങ്ങളുടെ ഓർമ്മയിലുള്ളത് കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ഇതുപോലെ നായികമാര് മാറിയ സിനിമകളുടെ മറ്റൊരു വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് കൊടുത്തേക്കാം, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. വീഡിയോ അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ശരി എന്നാൽ